അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻ അബി മസൂദ് അൻസാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅൽ ഇസ്നൈനി, ആരെങ്കിലും 2 ആയത്ത് പാരായണം ചെയ്താൽ, മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ, 2 ആയത്ത് പാരായണം ചെയ്താൽ കഫത്താഹു, അവൻ ആ ഓതുന്ന ആളിനത് മതിയാകുന്നതാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതിന് 2 ആശയങ്ങളുണ്ട്. ഒന്ന്, ഈ ആയത്ത് ഓതിക്കിടക്കുന്ന ഓതുന്ന ആളിനെ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുരക്ഷിതമാക്കുന്നതാണ്. രണ്ടാമത്തത്, ഈ 2 ആയത്തുകൾ തഹജ്ജുദ് നമസ്കാരത്തിന് പകരം നിൽക്കുന്നതാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ ഭയഭക്തി ഉണ്ടാവുകയുള്ളൂ. ഈ 2 ആയത്തിൻ്റെ അവസാന ഭാഗം, അതിൻ്റെ അർത്ഥം നമുക്കല്പം മനസ്സിലാക്കാം. റബ്ബന ലാ തുവാഹിദ്ന ഇൻ നസീന ഔ അഖ്തഅന. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇൻ നസീന, ഞങ്ങൾക്ക് റബ്ബന ലാ തുവാഹിദ്ന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഇൻ നസീന, ഞങ്ങൾക്ക് മറന്നു പോവുകയോ, ഔ അഖ്തഅന, ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. റബ്ബന വലാ തഹ്മിൽ അലൈന, അല്ലാഹുവേ, ഞങ്ങളിൽ നീ ചുമത്തരുതേ നാഥ, ഇസ്റൻ, ഭാരം ഞങ്ങൾക്ക് നീ വഹിപ്പിക്കല്ലേ, ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കല്ലേ നാഥ. കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിന, ഞങ്ങളുടെ മുൻഗാമികൾക്ക്, മുമ്പുള്ളവർക്ക് ഭാരം ചുമന്നതുപോലെ അതുപോലെയുള്ള ഭാരം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ, ഞങ്ങളെ നീ വഹിപ്പിക്കല്ലേ റഹ്മാനെ. റബ്ബന വലാ തഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, റബ്ബന വലാ തഹമ്മിൽനാ, ഞങ്ങളെ നീ വഹിപ്പിക്കല്ലേ, മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യം ഞങ്ങളെ നീ വഹിപ്പിക്കല്ലേ നാഥ. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് തരികയും, വഅഫിർ ലനാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും, ഉർഹംന, ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണേ നാഥ. അന്ത മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ. ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് എതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ നാഥ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതിലടങ്ങിയിരിക്കുന്ന ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കി